ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങളും സന്തോഷത്തോടും സമാധാനത്തോടും ക്ഷേമത്തോടും കൂടി ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവനാമത്തിൽ വിശ്വസിക്കുന്നു. നിങ്ങൾ എല്ലാവരെയും ഓർത്ത് ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കുവാൻ ദൈവം എനിക്കും തരുന്ന നല്ല സാവകാശത്തിനായി സ്തോത്രം ചെയ്തു. നിങ്ങൾ എല്ലാവരും ദൈവം ഈ പകലിലും അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം. അതിനാധാരമായി 2 കൊരിന്ത്യർക്ക് ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 20, 21, 22 വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിനാമേ. സ്തോത്രം. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഊവ് എന്നത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വമുണ്ടാകുമാറ് അവനിൽ ആമേൻ എന്നും തന്നെ. ഞങ്ങളെ നിങ്ങളോട് കൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവ് എന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. ശക്തമായ ഒരു ദൈവവചനമാണ് ഇന്ന് പകലിലും നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുവാൻ സർവശക്തനായ ദൈവം എന്നെയും അനുവദിച്ചിരിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം ഇവിടെ വളരെ വ്യക്തമായിട്ടും ഇതാ കൊരിന്ത് സഭയോട് പൗലോസ് അപ്പോസ്തലൻ വിളിച്ചു പറയുകയാണ്, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അത് ഊവെന്നും ആമേൻ എന്നും തന്നെയാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന എത്ര പേർ നിങ്ങളുടെ മേൽ ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾക്ക് ആമേൻ എന്നും ഊവെന്നും പറയുന്നു. നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരു പ്രവചന ശബ്ദം നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരു ദൂത് ദൈവദാസന്മാരിലൂടെ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നു, ആ വാഗ്ദത്തങ്ങൾ ഒരിക്കലും മരിച്ചു പോകുന്നില്ല. ദൈവം ഒരു ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ വാഗ്ദത്തം നിവർത്തിക്കാൻ ദൈവം വിശ്വസ്തനാണ്. ഇന്ന് പകലിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിലെ ദൈവം തന്നിട്ടുള്ള ചില വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണമായിരിക്കും ഈ മാസമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? സെപ്റ്റംബർ മാസം ഒരു വാഗ്ദത്ത നിവർത്തീകരണത്തിന്റെ മാസമാണെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഞാൻ ഇതാ ഇന്ന് പകലിൽ ഡിക്ലെയർ ചെയ്യുകയാണ്, നീ കേട്ട ചില ദൂതുകൾ, നീ കേട്ട ചില ദൈവ ശബ്ദങ്ങൾ, നീ കേട്ട ചില പ്രവചന ശബ്ദങ്ങൾ അത് നിവർത്തിക്കുന്ന ഒരു മാസമായി ഈ സെപ്റ്റംബർ മാസം മാറിയിരിക്കുമെന്ന് ഞാൻ ആത്മാവിൽ ദൂത് പറയുകയാണ്. ഇവിടെ ഇതാ കേട്ട വാഗ്ദത്തങ്ങൾ പലതും കൊരിന്ത് സഭയ്ക്കകത്ത് സംഭവിച്ചിട്ടില്ല. അവരുടെ ജീവിതത്തിൽ ഇന്ന് വരെ ആ കേട്ട വാഗ്ദത്തങ്ങളുടെ ഒരു സന്തോഷം അനുഭവിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇവിടെ ഇതാ പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായി കൊരിന്ത് സഭയോട് ഇറങ്ങി നിന്ന് വിളിച്ചു പറയുക, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഊവ് എന്നത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വമുണ്ടാകുമാർ അവനിൽ ആമേൻ എന്ന് പറയുന്നു. സ്തോത്രം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി കൂടപ്പിറപ്പേ വിശ്വാസിയെ, നീ കേട്ട വാഗ്ദത്തങ്ങൾ ചിലപ്പോൾ ചിലത് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം, ചിലത് സംഭവിച്ചിട്ടില്ലായിരിക്കാം. പക്ഷെ കേട്ട വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി വില കൊടുത്ത് നെടുമ്പാറ വീണ് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവിക മനോഭാവത്തിന് ഉടമയായി ഞാനും നിങ്ങൾ മാറപ്പെട്ടാൽ ഇന്ന് വരെ നാം കേൾക്കാത്ത ചില ദൈവിക വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണം കാണുവാൻ ഈ മാസം ദൈവം നിങ്ങളെയും എന്നെ ഉപയോഗിക്കും. അതുകൊണ്ട് ഈ കേട്ട വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക മാത്രമല്ല, എന്നെ ആമേൻ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. എന്നോട് ദൈവം ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം എന്നോടൊരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ സാഹചര്യങ്ങളൊന്നും നോക്കണ്ട. പക്ഷെ ദൈവം ഒരു വാഗ്ദത്തം നമ്മുടെ മേൽ അയച്ചിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കുവാൻ എൻ്റെ ദൈവം സർവശക്തനാണ്. അതുകൊണ്ട് ഇവിടെ വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നു, ഞങ്ങളോ നിങ്ങളോട് കൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. നമ്മെ വിളിച്ചതും വേർതിരിച്ചതും നമ്മെ ആത്മാവിൽ മുദ്ര ചെയ്തിരിക്കുന്നതും അഭിഷേകം ചെയ്തിരിക്കുന്നതും സർവശക്തനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെങ്കിൽ ആ വാഗ്ദത്തം ഈ ദിവസങ്ങൾ ഞാനും നിങ്ങളും പ്രാപിച്ചിരിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, കേട്ട വാഗ്ദത്തങ്ങളൊന്നും നടന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട ആവശ്യമില്ല. അതെല്ലാം നിവർത്തിക്കുന്ന ഒരു മാസമായി ഈ സെപ്റ്റംബർ മാസം മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കേട്ട വാഗ്ദത്തങ്ങൾക്ക് വില കൊടുക്കുന്ന ഒരു ദൈവവിശ്വാസിയാണോ, ഒരു ദൈവദാസനാണോ എങ്കിൽ ഈ മാസം 30 അവസാനിക്കുന്നതിന് മുമ്പ് ആ കേട്ട വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണം നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുക മാത്രമല്ല, ആ ദൈവത്തെ ഒന്നുകൂടി മഹത്വപ്പെടുത്തുവാൻ, ആ ദൈവം തന്നിരിക്കുന്ന ആ ദൈവിക വാഗ്ദത്തത്തെ പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവം നിങ്ങളേവരെയും ഇന്ന് പകൽക്കാലം സഹായിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. May God bless you. Jesus loves you. God be with you. Amen.